എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനും അതുപോലെ തന്നെ VU എക്സാമിനും ആവശ്യമായ പ്രീവിയസ് ഇംഗ്ലീഷിലെ 4ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം എന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ടൈം. അത് ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V2 ഫോമിലായിരിക്കും. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നാൽ അതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V2 ഫോമിലായിരിക്കും. അപ്പൊ V2 ഫോം ഏതാ? ഇതിൽ തന്നിരിക്കുന്നത് ഗോയിന്റെ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഗോയിന്റെ V2 ഫോം വെന്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ വെന്റ് ടു ബെഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the interview will be held between 10 a.m. dash 1 p.m. The interview will be held between 10 a.m. dash 1 p.m. ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ, അതായത് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിനുശേഷം വരേണ്ടത് ആൻഡ് എന്നായിരിക്കും. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്നത് ആൻഡ് എന്നായിരിക്കും. ബിറ്റ്വീൻ 10 a.m. and 1 p.m. എന്നാണ് പറയുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആൻഡ്. തേർഡ് ക്വസ്റ്റ്യൻ, the passive form of this shop sells all the vegetables is. The passive form of this shop sells all the vegetables. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ആക്റ്റീവ് വേഴ്സ് ആണ്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു ആക്റ്റീവ് വേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസീവ് ഫോമിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആവുമ്പോൾ നമുക്ക് അതിന്റെ ഫോർമാറ്റ് എന്താ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ഒബ്ജക്റ്റ് എന്താ? അതായത് ഒരു വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് എന്തോ അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന സെൽസ് അതിന്റെ തൊട്ടടുത്ത് എന്താണ്? ഓൾ ദ വെജിറ്റബിൾസ്. ഓൾ ദ vegetables. All the vegetables. ഇനി ഈസോ ആറാണ് എഴുതേണ്ടത്. All the vegetables എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയതുകൊണ്ട് ആറാണ് വരിക. അപ്പോൾ all the vegetables are. ഇനി വെർബിന്റെ V3 ഫോം എഴുതാം. വെർബ് എന്നത് സെൽസ് ആണ്. അപ്പോൾ സെൽസിന്റെ V3 ഫോം എന്താ? സോൾഡ്. സോൾഡ്. ഇനി അടുത്തത് ബൈ. ബൈ. ഇതിന്റെ സബ്ജക്റ്റ് എന്താ? ദിസ് ഷോപ്പ്. അപ്പൊ ബൈ ദിസ് ഷോപ്പ്. അപ്പൊ ഇതിൽ ആൻസർ എന്താ വരിക? ഓൾ ദ വെജിറ്റബിൾസ് ആർ സോൾഡ് ബൈ ദിസ് ഷോപ്പ്. ഇനി നമുക്ക് ഇതേ തന്നെ ഓപ്ഷൻസിലുണ്ടോ നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ എന്താ? ഓൾ ദ വെജിറ്റബിൾസ് ആർ സോൾഡ് ബൈ ദിസ് ഷോപ്പ്. അപ്പോൾ ഇത് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാം. അപ്പൊ ഇതിൽ ആൻസർ എന്താ? ഓൾ ദ വെജിറ്റബിൾസ് ആർ സോൾഡ് ബൈ ദിസ് ഷോപ്പ്. Fourth question, Germany is dash European country. Germany is dash European country. ഇതിൽ ഈ യൂറോപ്യന് മുന്നേ വരുന്ന ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ യാ ആണ് ഉപയോഗിക്കുന്നത്. വ്യഞ്ജനാക്ഷര ശബ്ദമായ യാ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അതായത് വ്യഞ്ജനാക്ഷര ശബ്ദത്തിൽ ആർട്ടിക്കിൾ എഴുതാൻ എ ആണ് ഉപയോഗിക്കുക. സ്വരാക്ഷര ശബ്ദത്തിൽ ആൻ എന്ന് ഉപയോഗിക്കും. അപ്പോൾ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യാ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇതിലെ ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിത്ത് എ വ്യൂ ടു ഡാഷ് പ്രോപ്പർട്ടി എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഈസ് അപ്പെൻഡഡ് ടു. വിത്ത് എ വ്യൂ ടു ഡാഷ് പ്രോപ്പർട്ടി എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഈസ് അപ്പെൻഡഡ് ടു. ഇത് നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടുവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലുള്ളതായിരിക്കും. വിത്ത് എ വ്യൂ ടുവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലുള്ളതായിരിക്കും. അതുകൊണ്ട് ഇതിൽ ഏത് ING ഫോമിലുള്ളത്? ഓപ്ഷൻ ബി വെരിഫൈ. അപ്പൊ ഇതിലെ ആൻസർ എന്താ? ഓപ്ഷൻ ബി വെരിഫൈ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയ്തർ മൈ ബ്രദർ നോർ മൈ പാരന്റ്സ് ഡാഷ് ടു ദ പാർട്ടി. നെയ്തർ മൈ ബ്രദർ നോർ മൈ പാരന്റ്സ് ഡാഷ് ടു ദ പാർട്ടി. നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയ്തർ നോർ, നെയ്തർ നോർ, അതുപോലെ തന്നെ എയ്തർ ഓർ, എയ്തർ ഓർ, അതുപോലെ
not only but also. neither nor അതുപോലെ either or അതുപോലെ not only but also എന്നിവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതാൻ. അതായത് neither nor either or not only but also എന്നിവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ രണ്ടാം സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ വെർബ് എഴുതാൻ. അപ്പോൾ ഇതിൽ രണ്ടാം സബ്ജക്റ്റ് ഏതാ? മൈ പാരൻസ് എന്നത്. മൈ ബ്രദർ എന്നത് ഒന്നാം സബ്ജക്റ്റ്, രണ്ടാം സബ്ജക്റ്റ് മൈ പാരൻസ്. അപ്പോൾ രണ്ടാം സബ്ജക്റ്റ് നമ്മൾ വെർബ് എഴുതാൻ. അതുപോലെ രണ്ടാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇതിലെ മൈ പാരൻസ് എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്ലൂറൽ വെർബ് വേണം എഴുതാൻ. അപ്പോൾ ഇതിലെന്താ? ഹാവ് കം ആണ് പ്ലൂറൽ. അതുകൊണ്ട് ഓപ്ഷൻ ബി ഹാവ് കം ആണ് ഇതിലെ ആൻസർ. 7th question. Raju has been writing a novel dash 3 hours now. Raju has been writing a novel dash 3 hours now. ഇതിൽ ഹാസ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 3 hours now എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂറുകളായി എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി 4. അതായത് ഇതൊരു പീരീഡ് ഓഫ് ടൈമിനാണ് കാണിക്കുന്നത്. 3 മണിക്കൂറുകളായി രാജു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ 3 മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് ടൈം ആണ്. പീരീഡ് ഓഫ് ടൈമിന് ഓപ്ഷൻ ബി 4. അതുപോലെ പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ സിൻസ് ആണ് ഉപയോഗിക്കുക. പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ സിൻസും പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ 4ഉമാണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്താ? ഓപ്ഷൻ ബി 4. 8th question. He said I shall come. He said I shall come. ഇത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആണ് വരിക. അപ്പോൾ ഹീ സെഡ് ഐ ഷാൽ കം എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസ് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കണം ദാറ്റ് എന്നായിരിക്കും. അപ്പോൾ ഹീ സെഡ് കഴിഞ്ഞാൽ ദാറ്റ് എന്ന് വരണം. അപ്പോൾ ഹീ സെഡ് ദാറ്റ് എന്ന് വരും. ഇനി അടുത്തത് ഐ ഷാൽ കം എന്നാണ്. അപ്പോൾ ഐ ഷാൽ കം എന്നവിടെ ഐ എന്നത് ഹീ എന്നായി മാറും. ഐ എന്നത് ഹീ എന്നായി മാറും. ഷാൽ എന്നത് പാസൻസ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷാൽ എന്നത് ഷുഡ് എന്നായി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഷുഡ് എന്ന് വരില്ല, വുഡ് എന്നാണ് വരിക. അപ്പോൾ ഇതിലെ ആൻസർ ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം എന്നാണ് വരിക. അപ്പോൾ ഇതിലേതാ? ഓപ്ഷൻ സി ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം. 9th question. Gold is dash than all other metals. Gold is dash than all other metals. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ദാൻ എന്നാണ്. ദാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ആർ ഐയർ എന്നിവയാണ് വരിക. അപ്പോൾ ഇതിൽ ആർ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഓപ്ഷൻ സി മോർ അട്രാക്റ്റീവ്. അപ്പോൾ ഇതിലെ ആൻസർ എന്താ? ഓപ്ഷൻ സി മോർ അട്രാക്റ്റീവ്. 10th question. Mr. John dash ill for 2 weeks. He is still in hospital. Mr. John dash ill for 2 weeks. He is still in hospital. ഇത് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ for 2 weeks എന്ന് തന്നിട്ടുണ്ട്. for 2 weeks അതായത് 2 ആഴ്ച തുടർച്ചയായി 2 ആഴ്ചയായി എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ for 2 weeks എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാ? ഓപ്ഷൻ ബി ഹാസ് ബീൻ. അത് ഹാഡ് ബീൻ എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതിൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ ബി ഹാസ് ബീൻ ആണ് ഇതിലെ ആൻസർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക്